ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ DB MD & CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിൽ ടെക്നോളജി സെൽ ഓഫ് ആണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 25.5 പോയിൻറ്റ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. S&P 500 നോക്കുകയാണെങ്കിൽ 27 പോയിൻറ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നാസ്ഡാക്ക് 245.41 പോയിൻറ്റ് വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ മാഗ്നിഫിസൻറ്റ് 7 എന്ന് പറയുന്ന ആപ്പിൾ, ആമസോൺ, ആൽഫബറ്റ് അടങ്ങുന്ന 7 സ്റ്റോക്കുകളിലാണ് വലിയ രീതിയിൽ ഇന്നലെ സെൽ ഓഫ് കണ്ടത്. അതോടൊപ്പം തന്നെ മറ്റു ടെക്നോളജി സ്റ്റോക്കുകളിലൊക്കെ സെൽ ഓഫ് ഉണ്ട്. ജനറലി ഇത് അമേരിക്കയിൽ അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ ജനുവരിയിൽ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ്. പൊതുവേ മാർക്കറ്റിൽ ലാക്ലസ്റ്റർ മൂവ്മെൻ്റ് ആണ് ജനുവരികളിൽ ഉണ്ടാവാറുള്ളത്. ഈ സ്റ്റാർട്ടിങ്ങും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ യൂറോപ്പിലും ഇന്നലെ വീക്കായിട്ടായിരുന്നു മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെയും വീക്കാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നതും വീക്കായിട്ട് തന്നെയാണ്. നമ്മളും ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. കമോഡിറ്റി നോക്കുകയാണെങ്കിൽ ഗോൾഡ്, ക്രൂഡ്, മറ്റു മെറ്റൽസൊക്കെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2072.45 പെർ ഔൺസിനാണ് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സെയിം ആണ് ഇന്നലത്തെ ലെവലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ബ്രന്റ് ക്രൂഡ് ഓയിൽ 75.89 ഇന്നലെ ഡോളർ പെർ ബാരലിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. മോർണിംഗിൽ ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടു അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് എന്നുള്ള വ്യൂവിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മളും എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വീക്ക് ഓപ്പണിംഗ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും വലിയ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് അഡാനി ഹിൻഡൻബർഗ് ഇഷ്യൂ സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ വിധിയാണ്. രാവിലെ 10:30 സുപ്രീം കോടതി വിധി വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണിത്. ഒരു പോസിറ്റീവ് വെർഡിക്റ്റാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസിൽ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാനുള്ള ചാൻസസ് ഉണ്ട്. മറിച്ച് പോസിറ്റീവ് വെർഡിക്റ്റിനൊപ്പം വല്ല നെഗറ്റീവ് കമൻറ്റുകളും കൂടി വരികയാണെങ്കിൽ ഒരു പക്ഷേ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ഒരു വോളാറ്റിലിറ്റി കാണിക്കാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഇന്ന് പൊതുവേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വീക്കാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ഇന്ന് വെർഡിക്റ്റിന് ശേഷം എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കാം ഒരു പക്ഷേ നിഫ്റ്റി സെൻസസ് ഒക്കെ മൂവ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് അഡാനി പോട്ട് അഡാനി ഇൻഡെക്സിലുള്ളൊരു സ്റ്റോക്കാണ്. അഡാനി എൻ്റർപ്രൈസസും ഇൻഡെക്സിലുള്ളൊരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു മൂവ്മെൻറ്റ് ഈ സ്റ്റോക്കുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇൻഡെക്സുകളെയും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ എന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നല്ലൊരു സിറ്റുവേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മറ്റു ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് ന്യൂസ് ഫ്ലോസിന് വലിയ പ്രസക്തിയില്ല. കാരണം അഡാനി ഹിൻഡൻബർഗ് ഇഷ്യൂയുടെ വെർഡിക്റ്റാണ് എല്ലാവരും ഒരു മേജർ ഇവൻ്റ്. അതുകൊണ്ട് തന്നെ ആ ഇവൻറ്റിന് ശേഷം മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നലെ 60 ദിവസത്തേക്കുള്ള ബൈക്കോളുകൾ കൊടുത്തിട്ടുണ്ട്. DCB ബാങ്ക് അതുപോലെ തന്നെ ഹഡ്കോ ഒക്കെ നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ട്രേഡിങ്ങിനിടയിലും അതിന് മുമ്പും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്യാൻ ഒരു വോളാറ്റിലിറ്റി നമുക്ക് നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒപ്പം അഡാനി ഗ്രൂപ്പ് ഷെയർസിലും നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് വരികയാണെങ്കിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസും ഒരു പക്ഷേ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യാം. മറിച്ച് പോസിറ്റീവ് വെർഡിക്റ്റ് വരികയാണെങ്കിൽ മുന്നേറാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.